ഓക്കെ, സ്ലൈഡ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാം. ഓക്കെ, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. യു ജി സി നെറ്റിൻ്റെ ഫസ്റ്റ് പേപ്പറിൻ്റെ ജനറൽ പേപ്പർ ഓൺ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് പേപ്പറിൻ്റെ ക്രാഷ് കോഴ്സ് 30 ദിവസത്തെ ഓൺലൈൻ ക്രാഷ് കോഴ്സിന് ഇന്നിവിടെ തുടക്കമാവുകയാണ്. ഞാൻ എന്നെ ആദ്യം പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷിബിൻ എന്നാണ്. ഷിബിൻ വിശാലാണ് എൻ്റെ പേര്. നിലവിൽ ഞാൻ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊമേഴ്സിലും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിലും 2 വിഷയത്തിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ സുഹൃത്തുക്കളും ചേർന്നിട്ടാണ് ഇന്ന് ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം ഒരുക്കി നിങ്ങൾക്ക് നെറ്റ് കുറഞ്ഞ ചിലവിൽ ആളുകളിലേക്ക് ഈ നെറ്റ് നമുക്കറിയുന്ന കണ്ടൻറ്റ്, നമുക്കറിയുന്ന അറിവും വെച്ച് നോളജ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുള്ളത്. എഡ്സ്പെർ എന്ന പേരിലൊരു പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുള്ളത്. അതിന് ഫസ്റ്റ് ബാച്ച് സക്സസ്ഫുള്ളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെക്കൻഡ് ബാച്ചാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരെയും എഡ്സ്പെർ അക്കാദമിയുടെ ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നത്തെ സെഷൻ ഒരു 1 hour സെഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് സിലബസ് ഓവർവ്യൂ ആണ്. യു ജി സി നെറ്റിൻ്റെ എക്സാമുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് എപ്പോഴും നമ്മൾ സിലബസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം നമുക്കൊരിക്കലും സിലബസ് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ സിലബസിലുള്ള കണ്ടൻസ് മനസ്സിലാക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. കാരണം അത് നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളാണ് എവിടെ നിന്നൊക്കെയാണ് ചോദിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഓരോ ക്വസ്റ്റ്യൻസ് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് അതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് പ്രിപ്പയർ ആവാനും നോട്ട്സ് തയ്യാറാക്കുവാനും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുവാനും അത് സോൾവ് ചെയ്യാനൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് ക്രാഷ് കോഴ്സ് എന്ന് നമ്മൾ പറയുമ്പോഴും യഥാർത്ഥത്തിൽ മുഴുവൻ സിലബസും നമ്മളൊരു റെഗുലർ കോഴ്സ് കൊടുക്കുന്ന പോലെ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന സമയപരിധിക്കുൾ നിന്ന് മുഴുവൻ കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മുഴുവൻ സിലബസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഓരോ യൂണിറ്റ് വൈസ് ഉള്ള 100+ വരുന്ന 150+ വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഓരോ യൂണിറ്റിൽ നിന്നാണ്. 10 യൂണിറ്റോളം വരും, 1000 എബോ 1500 എബോ വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ എടുക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിൽ പോയി എനി ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആക്സസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ജനറൽ പേപ്പറിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് എല്ലാവരോടും കൂടിയായിട്ട് നമ്മൾ പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും യു ജി സി നെറ്റ് എന്ന് പറയുമ്പോൾ അധ്യാപകരാവുക എന്ന അല്ലെങ്കിൽ അധ്യാപകരാവുക എന്ന ഒരു ലക്ഷ്യത്തിൻ്റെ പുറത്താണ് നമ്മളെല്ലാവരും, അല്ലെങ്കിൽ ഒരു നല്ലൊരു ടീച്ചറാവുക എന്ന ലക്ഷ്യത്തിൻ്റെ പുറത്താണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള യു ജി സി നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് ചിന്തയാണ്, അല്ലേ? ഇപ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾക്കൊക്കെ അറിയാം, റീസെൻ്റ്ലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. യു ജി സി നെറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത അധ്യാപകരൊന്നും കോളേജിൽ പഠിപ്പിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് സെൽഫ് ഫിനാൻസ് കോളേജുകളൊക്കെയാണ് കൂടുതലായിട്ടത് ബാധിച്ചിട്ടുണ്ടായത്. ഓക്കെ, അപ്പോൾ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസുള്ള അധ്യാപകരുണ്ട്, അവർക്ക് നല്ല സബ്ജക്റ്റ് നോളജും ഉണ്ട്. പക്ഷേ എന്തൊക്കെ ചില കാരണങ്ങൾ കൊണ്ട് എന്ത് കിട്ടുന്നില്ല, നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം സാധിക്കുന്നില്ല. അവർക്ക് അതിന് സബ്ജക്റ്റ് അറിയാനിട്ടോ അല്ലെങ്കിൽ നോളജ് ഇല്ലാഞ്ഞിട്ടോ ഒന്നല്ല, ചില പ്രശ്നങ്ങൾ, ടെക്നിക്കലായിട്ടുള്ള പല കാര്യങ്ങൾ. അതിൽ പ്രധാനമായിട്ടും അവരെ കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഈ നമ്മുടെ ഈ ഫസ്റ്റ് പേപ്പർ ജനറൽ പേപ്പർ ഓൺ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പേപ്പറിനെ കുറിച്ച് എല്ലാവർക്കും ധാരണ ഉണ്ടാവണമെന്നില്ല. കാരണം നമ്മളധികം ഡീൽ ചെയ്യാത്ത ചില ഏരിയകളാണ് ഇതിലുണ്ടായിട്ടുള്ളത്. പക്ഷേ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഭാഗങ്ങളാണ്. ഓക്കെ, എന്തുകൊണ്ട് നിങ്ങൾക്കും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല ഞാൻ പറയാൻ കാരണം, ഞാൻ എൻ്റെ PG കാലഘട്ടം കഴിഞ്ഞ് ഒരുപാട് തവണ നെറ്റ് എഴുതിയതിന് ശേഷമാണ് ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത്. എൻ്റെ 10ാമത്തെ അറ്റംപ്റ്റിലാണ്, എൻ്റെ 10th അറ്റംപ്റ്റിൽ 10ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ കൊമേഴ്സിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത്. നമുക്ക് ആലോചിച്ച് നോക്കൂ, 10ാമത്തെ അതുവരെ ഞാനിത് ഓരോന്നും തയ്യാറായിക്കൊണ്ടിരിക്കും, എഴുതും, ചെറിയ മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ ഇനി മതി, ഇനി അടുത്തതാണ് അപ്ലൈ ചെയ്യുന്നത് പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മാറിയിരിക്കാറാണ് പതിവ്, അല്ലേ? പക്ഷേ ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, നെറ്റിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുക തന്നെയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എൻ്റെ 10th അറ്റംപ്റ്റിൽ ഞാൻ കൊമേഴ്സിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യുകയും ഫസ്റ്റ് അറ്റംപ്റ്റിൽ മാനേജ്മെൻറ്റ് സ്റ്റഡീസിലും നെറ്റ് ക്വാളിഫൈ ചെയ്യാണ്ടായത്. അത് നമുക്ക് ഈ ഒരു ജനറൽ പേപ്പറിലുള്ള നമ്മുടെ ഒരു
ബേസാണ്. ജനറൽ പേപ്പറിൽ നമുക്ക് തന്നിട്ടുള്ള നമ്മൾ പഠിച്ചത് മൂലം ഉണ്ടായിട്ടുള്ള ബേസാണ്. ഞാൻ തന്നെ സ്വന്തമായിട്ട് പഠിച്ച് നോട്ട് തയ്യാറാക്കി ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അന്ന് എനിക്കത് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു, പക്ഷേ ഇന്ന് എനിക്ക് ഇങ്ങനെ കുറച്ച് പേർക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഈ ഒരു ക്ലാസ് കൊണ്ട് കുറച്ച് പേർക്കെങ്കിലും, മുഴുവൻ പേർക്കും നെറ്റ് കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് അങ്ങനെ തന്നെ വരട്ടെ. നമുക്ക് ജൂൺ എക്സാം കഴിഞ്ഞ സമയത്ത് അത് അങ്ങനെ തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രയത്നം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഞങ്ങളുടെ ഭാഗത്തും, ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗത്തും, ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സപ്പോർട്ടും, ഡൗട്ട്സ് ക്ലിയറിംഗ് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആയിക്കോട്ടെ, കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങളായിക്കോട്ടെ, എല്ലാത്തിനുള്ള സഹായങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരിട്ട് സിലബസിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം 10 യൂണിറ്റുകളായിട്ടാണ് ഫസ്റ്റ് പേപ്പറിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അല്ലേ. 10 യൂണിറ്റുകളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ് ആദ്യത്തെ യൂണിറ്റാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമുക്കറിയാം, നമ്മൾ ടീച്ചർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിഫയിങ് എക്സാമിനേഷനാണ് നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ് എന്ത്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചിങ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണ് അറിയോ, ഒരു പോസിറ്റീവായ മൈൻഡ് സെറ്റിലാണ് ടീച്ചിങ് എന്ന് പറഞ്ഞ യൂണിറ്റ് എടുക്കുക. കാരണം അതിൻ്റെ ഉത്തരങ്ങളൊക്കെ എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവായിരിക്കും. പോസിറ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റുഡൻസിന് ഫേവറബിൾ ആകുന്ന രീതിയിലുള്ള ഉത്തരങ്ങളായിരിക്കും. അതായത് സ്റ്റുഡൻസിനെ നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത്, അവർക്ക് ഏറ്റവും ഫേവറബിളായ രീതിയിൽ എങ്ങനെയാണോ വരേണ്ടത്, ആ രീതിയിലായിരിക്കും ഇതിൻ്റെ ഉത്തരങ്ങൾ വരുന്നത്. അത് നിങ്ങൾ എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒന്നാണത്. ടീച്ചിങ് എപ്പോഴും എന്താണ്, ഒരു പോസിറ്റീവായിട്ടുള്ള ഉത്തരങ്ങൾ നൽകുന്ന ഒരു ഭാഗമാണ് എന്ത്, ടീച്ചിങ്. അതൊരു നമുക്ക് ട്രിക്കും കൂടിയാണ് എന്ത്, ഇതിനെ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യുന്നതിന് വേണ്ടി. കാരണം അതിൻ്റെ ഉത്തരം എപ്പോഴും, അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചില സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ BEd പഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും കൂടി കുറച്ച് അറിയുന്നൊരു ഏരിയ ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് ടീച്ചിങ്ങിൻ്റെ കോൺസെപ്റ്റ്, ഒബ്ജക്റ്റീവ്സ്, ലെവൽ ഓഫ് ടീച്ചിങ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ടീച്ചിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും. ലെവൽ ഓഫ് ടീച്ചിങ്, മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ, ഇങ്ങനെ 3 ലെവല് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ ആണ്. കാരണം റിപ്പീറ്റീവായിട്ട് ഈ ഒരു മേഖലയിൽ നിന്ന് പലതരത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മറ്റൊന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസെൻ്റ് ആണ്, അല്ലെങ്കിൽ അഡൾട്ട് ലേണർ. ഒരു സ്റ്റുഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള ആളുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയായിരിക്കും, നമുക്ക് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് തരും. എന്നിട്ട് അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ ഏതാണ് സ്റ്റുഡൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ ക്യാരക്ടറിസ്റ്റിക്സിൽ എങ്ങനെയാണ് ഒരു ടീച്ചർ ബിഹേവ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. അതുപോലെ ഫാക്ടേഴ്സ് എഫക്റ്റ് ഇൻ ടീച്ചിങ്, ടീച്ചിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പ്രധാനമായിട്ടും 5 കീ ഹെൽപ്പിംഗ് ഫാക്ടേഴ്സ് ഉണ്ടായി നമ്മുടെ ടീച്ചിങ്ങിൽ. അത് എപ്പോഴും റിപ്പീറ്റീവായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കീ ഹെൽപ്പിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ സപ്പോർട്ട് മെറ്റീരിയൽസ്, ഇതൊക്കെയാണ് ആ ഭാഗത്തുനിന്ന് വരുന്നത്. പിന്നെ മെത്തേഡ് ഓഫ് ടീച്ചിങ്, അത് ഏതൊക്കെ രീതിയിലാണ്, കൊളാബറേറ്റീവ് ഉണ്ടായിരിക്കും, കോപ്പറേറ്റീവ് ഉണ്ടായിരിക്കും, ഗ്രൂപ്പ് ടീച്ചിങ്, അങ്ങനെ ഒരു പല ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങുകളാണ് ഉള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യാണ്ട് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ടീച്ചിങ്ങിൽ അത് മാത്രമല്ല വരുന്നത്, അതുപോലെ തന്നെ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ICTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ICT, മോഡേൺ, ട്രഡീഷണൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ടീച്ചിങ്, ICT, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ പരസ്പരം ലിങ്ക് ചെയ്തുകൊണ്ടുള്ളൊരു യൂണിറ്റുകളാണ്. നമ്മളിനി വരുമ്പോൾ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യും. ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. കാരണം ഇതിൽ 3 കണക്ട് ചെയ്തുകൊണ്ട് എപ്പോഴും എന്താണ് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അതൊക്കെയാണ് ICT, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ടീച്ചിങ്. ഈ 3 യൂണിറ്റുകളും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇവാലുവേഷൻ സിസ്റ്റം. ഇവാലുവേഷൻ നമുക്കറിയാം, ഫോർമൽ ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇവാലുവേഷൻ സിസ്റ്റംസ് ഒക്കെ ഉണ്ടായിരിക്കും. ആ ഇവാലുവേഷൻ സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ടീച്ചിങ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു പോസിറ്റീവായ ആറ്റിറ്റ്യൂഡോട് കൂടി നമ്മൾ കാണേണ്ട ഒരു യൂണിറ്റാണ്. അതിൻ്റെ ഉത്തരങ്ങൾ എപ്പോഴും സ്റ്റുഡൻസിനെ ഫേവർ ചെയ്തുകൊണ്ട്, ഓക്കെ, ഒരു ടീച്ചർ നിൽക്കുന്ന സമയത്ത് സ്റ്റുഡൻസിനെ ഫേവർ ചെയ്തുകൊണ്ട് എങ്ങനെ ആയിരിക്കണം, അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ആൻസറുകൾ സാധാരണ NTA ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുള്ളത്. ഓക്കെ, നമുക്ക് വളരെ സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ഒരു യൂണിറ്റും കൂടിയാണ്. നമുക്കറിയാലോ, ഒരു 5 ചോദ്യങ്ങളായിരിക്കും ഒരു യൂണിറ്റിൽ നിന്നും ചോദിക്കുക എന്നാണ് NTA സിലബസ് പ്രകാരം പറയുന്നത്. 10 യൂണിറ്റുകളാണ്. ഓരോ യൂണിറ്റിൽ നിന്നും 5 ചോദ്യങ്ങൾ വീതമായിരിക്കും ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ 5 മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന 10 യൂണിറ്റുകൾ ഒരു യൂണിറ്റാണ് ഏത്,
ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒന്നും കൂടി ഇപ്പോൾ പ്രത്യേകിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചിങ് മേഖല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ നല്ല ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കുട്ടികളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിനെ നമ്മൾ ആൻസർ ചെയ്യുന്ന രീതിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടീച്ചിങ്ങിലെ 5 ചോദ്യങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇനി അതിൽ വരുന്ന അടുത്ത യൂണിറ്റിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അടുത്ത യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡാണ്. ഓക്കെ, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് നമുക്കറിയാം, നെറ്റ് JRF ഒക്കെ സ്കോർ ചെയ്യുന്ന സമയത്ത് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റിസർച്ചിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ കൊമേഴ്സ് പഠിക്കുന്നവരുണ്ടായിരിക്കും. കൊമേഴ്സ് പഠിക്കുന്നവർക്ക് സുഖം എന്താണെന്ന് വെച്ചാൽ കൊമേഴ്സിൽ അവരുടെ സബ്ജക്റ്റിലെ ഒരു ഭാഗം റിസർച്ചാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ പഠിക്കുന്നത് ഇവിടെ ഗുണകരമാവുന്നതാണ്. അപ്പോൾ രണ്ടിലും റിസർച്ച് വരുന്നുണ്ട്, സബ്ജക്റ്റിലും വരുന്നുണ്ട്, ഫസ്റ്റ് പേപ്പറിലും വരുന്നുണ്ട്. അവർക്കത് ഒരു ഗുണകരമായ ഒരു മേഖലയാണ് എന്ത്, റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ചിന് പ്രധാനമായിട്ടും ചോദിക്കുന്നത് റിസർച്ചിൻ്റെ ടൈപ്സും അതുപോലെ പോസിറ്റീവ്സും പോസിറ്റീവ്സ് അപ്രോച്ച്, മെത്തേഡ്സുകൾ, സ്റ്റെപ്സ്, ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും അതിലുണ്ടാവാറുണ്ട്. അതിൽ തന്നെ റിസർച്ചുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളൊരു മേഖലയാണ് പോസിറ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ പോസിറ്റിവിസം, അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ റിസർച്ച്, അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, അതുപോലെ സ്റ്റെപ്സ് ഓഫ് റിസർച്ച്. ഇതൊക്കെ റിപ്പീറ്റീവായിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് ഇത് നമ്മൾ റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ചിൽ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സിലബസിൻ്റെ പുറത്തേക്കല്ല, ഈ സിലബസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഡീപ്പായിട്ട് കുറേ ചോദ്യങ്ങൾ വരാൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കോൺസെപ്റ്റ് തരും, അല്ലെങ്കിൽ ഒരു സംഭവം നമുക്ക് തരും, ഒരു വിവരണം തരും. ഈ വിവരണം നിന്നുകൊണ്ട് ഇത് ഏത് റിസർച്ചാണ് നമുക്ക് അവിടെ ഒരു സിറ്റുവേഷൻ തരിക, ഒരു കേസ് സ്റ്റഡി പോലെ സിറ്റുവേഷൻ തന്നിട്ട് അവിടെ നമുക്ക് ഏത് റിസർച്ചാണ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക, എക്സ്പെരിമെൻ്റൽ ആണോ അതോ വേറെ എത്തനോഗ്രാഫിക് ആണോ, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു സിറ്റുവേഷൻ തന്നിട്ട് ആ രീതിയിൽ ഏത് റിസർച്ചാണ് നമുക്ക് പറ്റാൻ പറ്റുക. അതുപോലെ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് സ്റ്റെപ്സ് ഓഫ് റിസർച്ച്. റിസർച്ചിൻ്റെ സ്റ്റെപ്പ് എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ എപ്പോഴും ചോദിക്കുന്ന ഒരു മേഖലയാണ് സ്റ്റെപ്സ് ഓഫ് റിസർച്ച് എന്ന് പറഞ്ഞാൽ. ആ റിസർച്ചിൻ്റെ സ്റ്റെപ്പുകളുണ്ട്, ആ സ്റ്റെപ്പുകൾ എപ്പോഴും ഡിസോർഡറായിട്ട് തരും. ഡിസോർഡറായി തന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യും, അത് ഓർഡറായിട്ട് കാണിക്കാൻ വേണ്ടി പറയുന്നതാണ് സ്റ്റെപ്സുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വരുന്നതാണ് ഇതിൽ പറയുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ICT റിസർച്ച്. ICTയുമായി ബന്ധപ്പെട്ട് പറയുന്നത് അധികം നമുക്ക് ഈ നമ്മുടെ പ്ലേജറിസം ചെക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ റിസർച്ച് എത്തിക്സിൽ ഒരു റിസർച്ചർ പാലിക്കേണ്ട എത്തിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റിസർച്ച് എത്തിക്സിൽ തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് റിസർച്ചിൽ സാധാരണയായി ചോദിക്കാറുള്ളത്. പിന്നെ ഇതിനപ്പുറത്ത് ഹൈപ്പോത്തിസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹൈപ്പോത്തിസിസിന് സെറ്റ് ചെയ്യുന്ന സ്റ്റെപ്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ സാമ്പിളിങ്ങുമായി ബന്ധപ്പെട്ട് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്, പ്രോബബിലിറ്റി സാമ്പിളിങ്, അതിൻ്റെ ടൈപ്സും കാര്യങ്ങളും, ഓരോ സാമ്പിളിംഗ് മെത്തേഡുകളുമായി സ്നോബോളുമായി ബന്ധപ്പെട്ടൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സ്നോബോൾസ് സാമ്പിളിംഗ് ഒക്കെ റിസർച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ടീച്ചേഴ്സ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, റിസർച്ചും ഒരുവിധമൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകൂടി ഡെപ്തായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിസർച്ചിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ 5 ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പിന്നെ യൂണിറ്റ് 3 റീഡിങ് കോംപ്രഹെൻഷനാണ്. നമ്മുടെ ഉത്തരം അതിൽ തന്നെയാണ്. നമുക്കുള്ള 5 ചോദ്യങ്ങളുടെ 5 ഉത്തരവും നേരിട്ട് തന്നിട്ടുള്ള NTയുടെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നതാണ് റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് വായിക്കുക എന്നുള്ളതല്ലാതെ നമുക്കിതിൽ വേറെ കുറുക്കു വഴികളോ എന്തെങ്കിലും മുൻകൂട്ടി പഠിച്ചു വെക്കാനോ ഒന്നും തന്നെ ഇല്ല. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, എനിക്കുള്ള 5 ചോദ്യങ്ങളുടെ ഉത്തരം ഇതിൽ തന്നെ ഉണ്ട്. ഞാൻ വഴികൾക്കിടയിലൂടെ വായിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്യിപ്പിക്കാൻ പോകുന്ന 5 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പാരഗ്രാഫാണിത്. ആ 5 ചോദ്യങ്ങളുടെ 5 ഉത്തരങ്ങളും ഇതിലുണ്ട്, ഈ ഒരു പാരഗ്രാഫിലുണ്ട്. നമുക്ക് മറ്റധികം എഫേർട്ട് എടുക്കേണ്ടി വരുന്നില്ല. ആ ഒരു പാരഗ്രാഫ് മര്യാദക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ വെച്ച് ആ ക്വസ്റ്റ്യൻ്റെ കീവേഡ് എവിടെയാണോ വരുന്നത്, വേണമെങ്കിൽ നമുക്കൊരു ട്രിക്ക് പോലെ എന്ത് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ വരുന്ന കീവേഡ് എവിടെയാണ് വരുന്നത് പാരഗ്രാഫിൽ.
ആ കീവേഡിനടുത്ത് കിടക്കുന്ന ഒരു ഉത്തരമായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫും ഇതുവരെ NTA ആയിട്ട് വന്നിട്ടില്ല. നമ്മൾ കൃത്യമായിട്ട് പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക്. പലപ്പോഴും എന്താണ് ഉണ്ടാവുക, പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, അത് സ്കിപ്പ് ചെയ്യാം. അത് നമ്മൾ വായിച്ചെടുക്കുമ്പോഴത്തേന് ഒരുപാട് സമയം, നമുക്കറിയാം NTA ഇപ്പോൾ CBT മോഡ് എക്സാം ആയതുകൊണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, സ്ക്രീൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കേണ്ടി വരും ഇത് മൊത്തം പാസേജ് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സമയം ഒരുപാട് അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ സമയം നഷ്ടപ്പെടുന്ന ടെൻഷൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കണ്ണും പൊട്ടി ഏതെങ്കിലും ഒരു ആൻസർ എന്ത് ചെയ്യും നമ്മൾ കൊടുത്തിട്ട് പോകാറാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ച് നോക്കൂ. വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൽ ഉത്തരമുണ്ട്. ഞാൻ പറഞ്ഞ ആ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. കാരണം നമുക്ക് ക്വാളിഫൈ ചെയ്യുവാനുള്ളത് നമ്മൾ ഒരുപാട് കാലത്ത് നമ്മുടെ ആഗ്രഹമാണ്. ആ ഒരുപാട് കാലത്തെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എനിക്ക് തരാനുള്ള ഒരു 5 ചോദ്യങ്ങളുടെ ഉത്തരം 10 മാർക്കാണ്. 5 ചോദ്യങ്ങളുടെ ഉത്തരം 10 മാർക്ക് എൻ്റെ കൺമുന്നിലുണ്ട്. ആ പാരഗ്രാഫിനകത്തുണ്ട്. ഞാനത് മര്യാദക്കൊന്ന് വായിച്ചാൽ മതി. സമാധാനത്തോടു കൂടി ടെൻഷൻ അടിക്കാതെ ഞാനത് വായിച്ചാൽ എനിക്കതിൻ്റെ ഉത്തരം കിട്ടുമെന്ന് തീർച്ചയാണ്. നിങ്ങൾ ആ രീതിയിൽ അത് കാണുക. അത് നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി അടുത്തൊരു യൂണിറ്റാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ നമ്മൾ എപ്പോഴും സിമ്പിളായി എടുക്കുന്നൊരു യൂണിറ്റാണ്. പലപ്പോഴും എല്ലാവരോടും സംസാരിക്കുക കമ്മ്യൂണിക്കേഷൻ വളരെ സിമ്പിളല്ലേ എന്ന രീതിയിലാണ് നമ്മൾ എടുക്കുക. കാരണം നമുക്ക് അറിയാം, ഒരുപാട് കാലം കമ്മ്യൂണിക്കേഷനെ കുറിച്ച് അറിയാം. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് എടുക്കുന്ന ഒരു യൂണിറ്റ് ആയിട്ട് മാറിയത് കമ്മ്യൂണിക്കേഷൻ മാറാറുണ്ട്. പക്ഷെ അങ്ങനെ സിമ്പിളായിട്ട് എടുക്കേണ്ട ഒരു യൂണിറ്റ് അല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം കമ്മ്യൂണിക്കേഷനിൽ പല തിയറീസും ഉണ്ട്, മോഡൽസും ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റണമെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പല രീതിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കാറുള്ളത്. നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എന്നാൽ എന്താണ്. 2 വ്യക്തികൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ സെൻറ്റർ ഉണ്ട്, റിസീവർ ഉണ്ട്, ഒരു മീഡിയം ഉണ്ട്, ഒരു ചാനൽ ഉണ്ടായിരിക്കും, തുടങ്ങിയ കാര്യങ്ങൾ. നമുക്ക് നോൺ വെർബൽ എന്താണെന്ന് അറിയാം. നോൺ വെർബൽ ആംഗ്യം കാണിക്കുക അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇതൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് നമുക്കറിയാം. ഇങ്ങനത്തെയുള്ള കമ്മ്യൂണിക്കേഷൻ കേൾക്കുമ്പോൾ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ യൂണിറ്റ് സിമ്പിളല്ല. അത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അത് സിലബസ് അനുസരിച്ച് തന്നെ പഠിക്കണം എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷനിൽ പല ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആണുള്ളത്. അതിൽ പ്രധാനമായിട്ടും വരിക വെർബലും നോൺ വെർബലാണ്. ഈ നോൺ വെർബലിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റീവായിട്ട് നോൺ വെർബലുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ കിനസിക്സ് ഒരു ടേം ആണ്. കിനസിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇതുമായി ബന്ധപ്പെട്ട ടേം ആണ് എന്ത്, കിനസിക്സ് എന്ന്. അതുപോലെ പ്രോക്സിമിക്സ്, ഒക്കുലസിക്സ്, ഇങ്ങനെ പറയുന്ന കുറേ ടേമുകളുണ്ട്. ഇതൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം ഇപ്പോൾ പലപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ അല്ലെങ്കിൽ അസേർഷൻ റീസണിങ് ആ രീതിയിൽ വരെ ക്വസ്റ്റ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് 1, 2 ഏതാണ്, ട്രൂ ആണോ ഫാൾസ് ആണോ, അസേർഷൻ റീസണിങ് നമ്മൾ ആൻസറിങ് ചെയ്യാൻ വേണ്ടി ആ രീതിയിലും കമ്മ്യൂണിക്കേഷനിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ്, കമ്മ്യൂണിക്കേഷൻ സ്റ്റെപ്സുകളുണ്ട്. ആ സ്റ്റെപ്സുകളുടെ പ്രോസസ്സ് എങ്ങനെയായിരിക്കും, അത് ആദ്യം എന്താണ്, അവസാനം എന്താണ്, അതായത് സെൻറ്റർ, സോഴ്സ്, മെസ്സേജ്, സെൻറ്റർ, എൻകോഡിങ്, ഡീകോഡിങ്, ചാനൽ, ഇതൊക്കെ ഡിസോർഡർ ആയിട്ടാണ് തരിക. ഡിസോർഡർ ആയിട്ടാണ്. അങ്ങനെ പല ടൈപ്സ് ഓഫ് പ്രോസസ്സുകൾ കമ്മ്യൂണിക്കേഷന് തരാറുണ്ട്. അത് പല ആളുകളും കോൺട്രിബ്യൂട്ട് ചെയ്ത തിയറികളിൽ നിന്ന് എടുത്തിട്ടുള്ള സ്റ്റെപ്സുകളോ പ്രോസസ്സുകളോ ആയിരിക്കും. അതിനെയാണ് നമുക്ക് തന്നിട്ട് അതിനെ നമുക്ക് ഓർഡർ ആക്കാം. അപ്പോൾ നമ്മൾ ലോജിക്കലായിട്ടുള്ള ഓർഡറിലേക്ക് നമ്മൾ അതിനെ മാറ്റണമെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയായിരിക്കും നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം എന്നുള്ളതാണ്. അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മറ്റൊരു ചോദ്യം വരുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ന് NTA ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭാഗം കൂടിയാണ് എന്ത്, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ക്ലാസ് റൂം ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് NTAയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാറുണ്ട്. ഒരു ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ എഫക്റ്റീവ് ആകണമെങ്കിൽ എങ്ങനെയാണ്, അതാണ് എഫക്റ്റീവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്. എഫക്റ്റീവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് പോസിബിൾ ആവുക, ആ ഒരു ടീച്ചർ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, അതെങ്ങനെ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ബിഹേവിയർ എങ്ങനെയായിരിക്കും, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ ബാരിയേഴ്സ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകാതിരിക്കാനുള്ള കാരണം, അതിന് ചില ബാരിയേഴ്സുകളുണ്ട്. ഫിസിക്കലായ ബാരിയേഴ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, മെക്കാനിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, അതുപോലെ കുറേ നോയ്സും കാര്യങ്ങളുണ്ട്.
ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെയാണ് ഇപ്പോൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇൻ്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻ്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കൾച്ചറുകളിലുള്ള ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടും. മറ്റൊന്നാണ് മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി. മാസ് കമ്മ്യൂണിക്കേഷനാണ് മറ്റൊരു മേഖല. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു മേഖല മാസ് കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, ഒരു സിംഗിൾ സോഴ്സിൽ നിന്നും ഒരു ലാർജായ ആളുകൾ, ഒരു മാസ് പീപ്പിൾ അല്ലേ, ലാർജ് പീപ്പിളിലേക്ക് ഡാറ്റ അല്ലെങ്കിൽ മെസ്സേജ് കൺവേ ചെയ്യുന്ന രീതിയാണ് എന്ത്, മാസ് കമ്മ്യൂണിക്കേഷൻ. അതിൻ്റെ പ്രത്യേകത എന്താ, മറ്റേ രീതിയിൽ വെച്ചിട്ട് അവിടെ ഡയറക്റ്റ് ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഒരു ടി വിയിൽ നിന്ന് ന്യൂസ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു പത്രം, റേഡിയോ, ഇതൊക്കെ മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മാസ് മീഡിയയുടെ ഭാഗമായിട്ടുള്ള അവിടെ ഡയറക്റ്റ് ഫീഡ്ബാക്ക് സ്പോണ്ടേനിയസ്ലി എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല എന്നാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ലീനിയർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ലീനിയർ ചോദ്യങ്ങൾ ചോദിക്കുന്ന മറ്റൊരു ഭാഗമാണ് ലീനിയർ കമ്മ്യൂണിക്കേഷൻ. ഈ ലീനിയർ കമ്മ്യൂണിക്കേഷനിൽ ചില ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ചില മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അതിൽ വരുന്നതാണ് അരിസ്റ്റോട്ടിൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ലാസ്വെൽ കമ്മ്യൂണിക്കേഷൻ, ബെർലോസ് SMCR കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ചില ലീനിയർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് ഇല്ലാത്ത കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരുന്നില്ല, ഡയറക്റ്റ് ഫീഡ്ബാക്ക് വരുന്നില്ല. കാരണം സെൻഡർ മെസ്സേജ് അയക്കുന്നു, റിസീവ് ചെയ്യുന്നു, അതിനർത്ഥം അയാൾക്കത് മനസ്സിലായി എന്നാണ്, തിരിച്ചൊന്നും ഫീഡ്ബാക്ക് ഒന്നും വരുന്നില്ല. അങ്ങനത്തെ കമ്മ്യൂണിക്കേഷന് പറയുന്ന പേരാണ് എന്ത്, ലീനിയർ കമ്മ്യൂണിക്കേഷൻ എന്നാണ് അങ്ങനത്തെ കമ്മ്യൂണിക്കേഷന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്യാം. വളരെ ഒരു വലിയൊരു ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ടോപ്പിക് ഒന്നുമല്ല, പക്ഷെ അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നതാണ് ഇതിൻ്റെ ഒരു നിങ്ങളോടുള്ള അഭ്യർത്ഥന. കാരണം കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമ്മൾ ആളുകൾ എന്ത് ചെയ്യും, വളരെ സിമ്പിളാണെന്ന് പറഞ്ഞുകൊണ്ട് അത് എന്ത് ചെയ്യാറുണ്ട്, സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. ഓക്കെ, ഇനി അടുത്താണ് മാത്തമാറ്റിക്കൽ റീസണിങ്. ഒരുവിധം ആളുകളെയൊക്കെ കുഴപ്പിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ റീസണിങ് ആണ്. നിങ്ങളെ മാത്രമല്ല എന്നെയും ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ഒരു ഏരിയ മാത്തമാറ്റിക്കൽ റീസണിങ് ആയിരുന്നു. പക്ഷേ പിന്നീട് തിരിച്ചറിവാണ് എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യണോ, ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്യണോ, നമ്മളെല്ലാവരും നെറ്റ് ക്വാളിഫൈ ചെയ്യണോ, തീർച്ചയായിട്ടും മാത്തമാറ്റിക്കൽ റീസണിങ് നമ്മൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്തിരിക്കണം. നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു ഏരിയയാണ് മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയ മാത്സ് ആണോ ഇവിടെ ചോദിക്കുന്നത്. നിങ്ങൾക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, കോംപ്ലിക്കേറ്റഡ് ആയ ക്വസ്റ്റ്യൻസേ അല്ല, വളരെ സിമ്പിളാണ്. നമ്മൾ ഇപ്പോൾ നോക്കുമ്പോഴാണെങ്കിൽ ഒന്നോ രണ്ടോ ചോദിക്കുന്ന 5 ചോദ്യങ്ങളിൽ 1-2 ചോദ്യങ്ങൾ മാത്രമാണ് നമുക്ക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ വേണ്ടി വരുന്ന ചോദ്യങ്ങളുള്ളത്. വല്ല പ്രോഫിറ്റ് ആൻഡ് ലോസോ അല്ലെങ്കിൽ ഇപ്പോൾ ട്രെയിനിൻ്റെ ടൈമും ഡിസ്റ്റൻസോ അങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ 1-2 ചോദ്യങ്ങളേ ഉണ്ടാവാറുള്ളൂ. പിന്നെ ഉള്ളതൊക്കെ ഏതാണ്, നമ്മുടെ ഈ എന്താണ് സീരീസുകളാണ്, നമ്പർ സീരീസുകളാണ്. ഈ നമ്പർ സീരീസ് 1, 3, 5, 7 നെക്സ്റ്റ് ഏതാണ്, അപ്പോൾ ലെറ്റർ സീരീസ് കോഡ് ചെയ്യുക അല്ലേ, ABCD EFG HI കോഡിങ് അങ്ങനത്തെ, അല്ലെങ്കിൽ ചില പെർസെൻറ്റേജ് കാണുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസേ ചോദിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ റേഷ്യോ. മാത്തമാറ്റിക്കൽ നമ്മൾ എപ്പോഴും പേടിച്ചു പോകുന്ന, കാരണം പേടിക്കാൻ, കാരണം നമുക്ക് പണ്ട് മുതലേ നമുക്ക് പേടിയുള്ള ഏരിയയാണ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ഒരുവിധം ആളുകൾക്കൊക്കെ പേടിയുള്ളൊരു ഏരിയയാണ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികം അത് ടച്ച് ചെയ്യില്ല, നമ്മളെന്ത് സ്കിപ്പ് ചെയ്യും, മൊത്തമായിട്ട് സ്കിപ്പ് ചെയ്യും. പിന്നെ എക്സ്പയറുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം നിങ്ങളെ അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പഠിപ്പിച്ചു തരുന്നതാണ്. കൃത്യമായിട്ട് മാത്തമാറ്റിക്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, അത് ഞങ്ങൾ പഠിപ്പിച്ചു തരും. ആ 5 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തനാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു നെറ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ, ഈ ഒരു നെറ്റ് എന്നല്ല, നെറ്റ് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ട ഒരു 2-3 യൂണിറ്റുകളുണ്ട്. ആ ഒരു യൂണിറ്റുകളിൽ ഒന്നാണ് എന്ത്, മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ്, മറ്റൊന്ന് ലോജിക്കൽ റീസണിങ് ആണ്. ഓക്കെ, കാരണം ഈ ഒരു 3 യൂണിറ്റാണ് അധികം പേരും സ്കിപ്പ് ചെയ്യുന്ന യൂണിറ്റ്. എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാൻ പോകുന്നു, ആ കൂട്ടത്തിൽ നമ്മൾ സ്കിപ്പ് ചെയ്യുക. അങ്ങനെയല്ല, നമുക്കിത് എന്ത് ചെയ്യണം, ക്വാളിഫൈ ചെയ്യണമെങ്കിൽ എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന യൂണിറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. നമ്മുടെ എഡ്സ്പെയറുടെ ഫാക്കൽറ്റി നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ക്വസ്റ്റ്യൻസൊക്കെ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും കൃത്യമായിട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് ഒരു ബാലികേറ മലയാകില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ചും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് മാത്തമാറ്റിക്കൽ റീസണിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇനി നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, മാത്തമാറ്റിക്കൽ റീസണിങ്ങുമായി വരുന്ന സമയത്ത് അത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, ഇനി അടുത്ത് സ്കിപ്പ് ചെയ്യുന്ന മറ്റൊരു ഏരിയ ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിങ് ഒക്കെ നമ്മൾ പണ്ടത്തെ ലോജിക്കൽ റീസണിങ് ഒന്നല്ല, ഇപ്പോൾ ലോജിക്കൽ റീസണിങ്ങിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏരിയ ഏതാണ്? അത് ഇന്ത്യൻ ലോജിക്കാണ്. ഓക്കെ, ഇന്ത്യൻ ലോജിക്ക് എന്ന് പറയുന്ന ഈ ഒരു മേഖലയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുഴപ്പിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് സാൻസ്ക്രിറ്റ് വേർഡുകളൊക്കെ ഉണ്ട്. സാൻസ്ക്രിറ്റ് വേർഡുകളും ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് അല്ലേ, പ്രമാണാസ്. പ്രധാനമായിട്ട് പ്രമാണ, പ്രത്യക്ഷ, അനുമാന, ഉപമാന, ശബ്ദ, അർത്ഥപതി, അനുപലപ്തി. ഈ ഒരു പ്രമാണാസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇൻഫറൻസ്, വ്യാപ്തി, ഹെത്വഭാഷാസ്. ഹെത്വഭാഷാസ് എന്ന ഫലസീസാണ്. ഓക്കെ, ഇന്ത്യൻ ഫലസീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതാണ് ഇപ്പോൾ ഇന്ത്യൻ ലോജിക്ക് എന്നാണ് ഇപ്പോൾ ഏറ്റവും ലോജിക്കൽ റീസണിങ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ഇന്ത്യൻ ലോജിക്കാണ്. ഇന്ത്യൻ ലോജിക്കൊന്നും അധികം ആൾക്കാർക്ക് എവിടെയും ക്ലാസ്സും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആരും പഠിക്കുന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരാരും ഇത് അറ്റൻഡ് ചെയ്യുന്നില്ല. അതേസമയം നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ അത് നൽകും, പ്രൊവൈഡ് ചെയ്യും. നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്ത്യൻ ലോജിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും. നല്ലൊരു ഇൻട്രസ്റ്റോട് കൂടി പഠിക്കാം. ഒരു പ്രത്യക്ഷ, അനുമാന, ഉപമാന, ശബ്ദ, അർത്ഥപതി, അനുപലപ്തി ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മിങ്ങനെ നമ്മുടെ നാക്കിൽ ഇങ്ങനെ വരുന്നുകൊണ്ടേയിരിക്കുക. ആ രീതിയിൽ നമുക്കൊരു ഇൻട്രസ്റ്റോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ വേണം, പഠിക്കാൻ വേണ്ടി സാധിക്കണം. അതിലുള്ള ഓരോ കാര്യങ്ങളുണ്ട്. ഇത് മാത്രമല്ല, ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ ലോജിക്കിൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്ങിൽ ഇന്ത്യൻ ലോജിക്ക് ഇല്ലാത്ത മറ്റൊരു ഭാഗമുണ്ട്. ഇപ്പോൾ വെൻ ഡയഗ്രമുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പോൾ കഴിഞ്ഞ 2 എക്സാമ്പിളുകളൊന്നും അങ്ങനെ നമ്മൾ കാണുന്നില്ല. പക്ഷേ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷന്, മൂഡ് ആൻഡ് ഫിഗർ, ഫാലസീസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അത് ഫാലസീസൊക്കെ നമ്മൾ പഠിക്കേണ്ടത് ശരിക്കും എക്സാമ്പിൾ വെച്ച് പഠിക്കാനുള്ളതാണ്. എക്സാമ്പിൾ കൃത്യമായി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഹാസ്തി ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫാലസിയാണ്. ഹാസ്തി ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫാലസിയാണ്. അപ്പോൾ അത് നമുക്ക് എക്സാമ്പിൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരുപാട് ഫാലസീസ് നമുക്ക് ലോജിക്കൽ റീസണിൽ പഠിക്കാനുണ്ട്. അതിനൊക്കെ നമ്മൾ എക്സാമ്പിൾ ജസ്റ്റ് നോട്ടിൽ എഴുതി വെക്കുക. ചിലതൊക്കെ നമ്മൾ റിപ്പീറ്റീവായിട്ട് NTA ചോദിക്കുന്നുണ്ട്. എക്സാമ്പിളും അത് തന്നെയാണ്, ഉത്തരവും അത് തന്നെയാണ്. ഒരുപാട് കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ടീച്ചർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ലോജിക്കൽ റീസണിങ്ങും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പോകുന്നില്ല. നമ്മളെ ക്വാളിഫൈ ചെയ്യിപ്പിക്കാൻ പോകുന്ന, നമുക്കൊരു പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു യൂണിറ്റ് ഏതാണ്, ലോജിക്കൽ റീസണിങ് ആണ്. ഇനി നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന 3ാമത്തെ യൂണിറ്റ്. ഈ 3 യൂണിറ്റുകളാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുള്ള 3 യൂണിറ്റുകൾ. ഏതൊക്കെയാണ്? മാത്തമാറ്റിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ. അല്ലേ, എപ്പോഴും നമുക്ക് സാധാരണ ഫസ്റ്റ് നമ്മളാണ് ചെന്നിരുന്ന് കഴിഞ്ഞാൽ, സിസ്റ്റത്തിന് മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ തുറക്കുമ്പോൾ കാണുന്ന ചോദ്യം സാധാരണ എല്ലാവർക്കും വരുന്നത് ഏതായിരുന്നു? ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനാണ്. അല്ലേ, ഒരു ഡാറ്റ തരും. ആ ഡാറ്റയുമായി ബന്ധപ്പെട്ട ഒരു 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഡാറ്റ എന്താവാം, ചിലപ്പോൾ സ്കൂൾ കോളേജ് കുട്ടികളുമായി ബന്ധപ്പെട്ട, അവരുടെ മാർക്കുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട്, അങ്ങനത്തെ ചോദ്യങ്ങളാണ് ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ നമുക്ക് സിലബസ് തന്നിട്ടുള്ള ഒരുപാട് പ്രകാരം ബാർ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, മാപ്പിംഗ് ഓഫ് ഡാറ്റ, ഇങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഒക്കെ തന്നിട്ടുണ്ടെങ്കിലും സാധാരണയായിട്ട് ഇതെല്ലാം കൂടി ചേർന്നിട്ടൊരു ഡാറ്റ തന്നിട്ടുണ്ടാവും. ആ ഡാറ്റ ഉണ്ടാവാറുള്ളതൊന്ന് പെർസെൻറ്റേജ് ആണ്, റേഷ്യോ ആണ്. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അതിൽ പഠിക്കേണ്ടത്. പെർസെൻറ്റേജ് കാണാനും റേഷ്യോ കാണാനും. അത് മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഏത് പഠിക്കും? പെർസെൻറ്റേജും റേഷ്യോ ഒക്കെ പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് പഠിക്കും? ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ പഠിക്കും. ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ മിനിമം ഒരു 20 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്താൽ മാത്രം മതി ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ നിന്നുള്ള 5 ചോദ്യവും നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. 10 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ട് ഗ്യാരണ്ടി ചെയ്യുന്നതാണ്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ 20 ചെയ്താൽ മതി. 20+ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ ഇരുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? സോൾവ് ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഇരിക്കുക, കാൽക്കുലേറ്റർ ഒന്നും ഉപയോഗിക്കരുത്. കാൽക്കുലേറ്റർ നമുക്ക് അവിടെ കാൽക്കുലേറ്റർ ഇല്ല അല്ലേ, എക്സാമിന് നമുക്ക് കാൽക്കുലേറ്റർ ഒന്നുമില്ല.
നമ്മൾ തന്നെ ഏതെങ്കിലും പേപ്പർ എടുത്ത് നമ്മളെന്ത് ചെയ്യുക, സമയമെടുത്ത് ചെയ്ത് നോക്കുക. അങ്ങനെ 20 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടും വരുന്ന ഏത് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മൾ സ്പീഡ് കൂടുന്നുള്ളൂ. സ്പീഡ് കൂടണം. ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനൊക്കെ നമുക്കൊരു മിനിമം 15 to 20 മിനിറ്റ്സ് ഒക്കെയാണ് ഒരാൾക്ക് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ പോകുന്നത്. ആവറേജ് 15 to 20 മിനിറ്റ്സ് ഒക്കെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സമയം നമുക്ക് ബാക്കി എത്രയോ ചോദ്യങ്ങൾ നമുക്ക് അവിടെ അറ്റൻഡ് ചെയ്യാനുണ്ട്. ആ സ്പീഡ് കൂടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, PYQ നമ്മൾ സോൾവ് ചെയ്ത് പഠിച്ചിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു തരും. അത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അത് നിങ്ങൾ കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 5 മാർക്ക് ഞാൻ 5 ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഞാൻ എന്ത് ചെയ്യാണ്, ഗ്യാരണ്ടി ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾ ഈ 3 യൂണിറ്റുകൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് എത്ര പേടിയുണ്ടെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ എത്ര ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞാലോ ദയവ് ചെയ്ത് ഈ 3 യൂണിറ്റ് നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളെ ഈ ജൂൺ എക്സാമിന് ക്വാളിഫൈ ചെയ്യിപ്പിക്കാൻ പോകുന്ന 3 യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഈ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനും ലോജിക്കൽ റീസണിങ്ങും അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ റീസണിങ്ങും ആയിരിക്കും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിച്ചിരിക്കുക. എല്ലാവിധ ഹെൽപ്പും അക്കാഡമിയിലെ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇനി അടുത്ത 8ാമത്തെ യൂണിറ്റാണ് ICT. പൊതുവെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ അറിയുന്നതാണ് ICTയുമായി ബന്ധപ്പെട്ട്. നമ്മൾ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും പുറത്തുള്ള കാര്യങ്ങൾ അറിയുന്നതിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ഒരുപാട് നമുക്ക് ചോദ്യങ്ങൾ ഇതിൽ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കാറുണ്ട്. ICTയിൽ ചിലപ്പോൾ ഈ ICT ആൻഡ് ഈ ഗവേണൻസ് അതുപോലെ തന്നെ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ കറണ്ടായിട്ട് നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടി പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം ഒരു നമുക്കെല്ലാവരും പഠിച്ചെടുക്കാൻ പറ്റുന്ന കോൺസ്റ്റൻ്റായി ചോദിക്കുന്ന ചില ഏരിയകളാണ്. ചില അബ്രീവിയേഷൻസ്, ഇപ്പോൾ ICTയിൽ കുറേ അബ്രീവിയേഷൻസ് ടെർമിനോളജികൾ ചോദിക്കാറുണ്ട്. അതുപോലെ സിങ്ക്രോണസ് ആൻഡ് അസിങ്ക്രോണസ് മീഡിയകൾ ഏതൊക്കെയാണ് ചോദിക്കാറുണ്ട്. അതുപോലെ ഈ ബേസിക്സ് ഓഫ് ഇൻ്റർനെറ്റ്, ഇമെയിൽ, ഓഡിയോ, വീഡിയോ കോൺഫറൻസിങ്, അങ്ങനെ കുറച്ച് എന്താണ് ഇപ്പോൾ RAM, ROM ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റീവായിട്ട് ചോദിക്കുന്ന ഏരിയയാണ് ICTയിൽ നിന്ന്. അങ്ങനത്തെ കുറച്ച് റിപ്പീറ്റീവായി ചോദിക്കുന്ന ഏരിയ ഉള്ളൊരു മേഖലയാണ് ICT എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നമുക്ക് ഈ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് ഇൻ ഹയർ എഡ്യൂക്കേഷനും ICT ആൻഡ് ഗവേണൻസും ഇതിൽ വരുന്ന അപ്ഡേറ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. എങ്കിൽ അതിൽ നിന്ന് എന്തായാലും ഒരു അപ്ഡേറ്റഡ് ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ടെന്നാണ്. ഓക്കെ, ഇനി കുറച്ച് ആൻസർ ചെയ്യാൻ പാടുള്ളതും വലിയൊരു സിലബസുമാണ് ഇത് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. കുറച്ച് സയൻസുമായൊക്കെ ബന്ധപ്പെട്ട ഒരു ഏരിയയാണ് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ അതുപോലെ തന്നെ അപ്ഡേറ്റഡ് ആയ കാര്യങ്ങൾ 1-2 ചോദ്യങ്ങൾ എപ്പോഴും ഒരു കറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിൽ നിന്ന് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ കറണ്ടായിട്ട് ചോദ്യങ്ങൾ വരുന്ന 3 യൂണിറ്റുകളാണുള്ളത്. ഒന്ന് നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICT, മറ്റൊന്ന് പീപ്പിൾ ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ്, മറ്റൊന്ന് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഈ 3 യൂണിറ്റിന് എപ്പോഴും കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കറണ്ടായിട്ട് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ 1-2 ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. എങ്കിലും പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ചില ഏരിയകളുണ്ട്. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ, ഇത് നിർബന്ധമായിട്ടും കാണാതെ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ നിർബന്ധമായിട്ടും കാണാതെ പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയയാണ് ഈ 2 ഏരിയകൾ എന്ന് പറയുന്നത്. കാരണം അത് നമുക്ക് ഒരുപാട് തവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. അത് തലങ്ങും വിലങ്ങും ഡിസോർഡർ ആയിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്നും ഒക്കെ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയയാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. ഇതിൽ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുമ്പോൾ 8 ഗോൾസും അതുപോലെ തന്നെ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത് 17 ഗോൾസുമാണുള്ളത്. അപ്പോൾ അതിൻ്റെ രൂപീകരണം എങ്ങനെയൊക്കെയായിരുന്നു, അതുപോലെ തന്നെ അതിലിറങ്ങിയിട്ടുള്ള ഗോൾസുകൾ എന്തൊക്കെയാണ്, അവരുടെ ടാർഗറ്റ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാതെ തന്നെ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. പിന്നെ വരുന്നതാണ് നമ്മൾ നിർബന്ധമായി നോക്കേണ്ട ചില ഏരിയകളാണ് നമ്മൾ ആക്റ്റുകളും ചില കൺവെൻഷൻസുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്, അവിടെ 8 ആക്ഷൻ പ്ലാൻ ഉണ്ട്, ഇന്ത്യയുടെയാണ്. പിന്നെ ചില ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. മോൺട്രിയൽ പ്രോട്ടോക്കോൾ, റിയോ സമ്മിറ്റ്, അതുപോലെ ക്യോട്ടോ പ്രോട്ടോക്കോൾ, പാരീസ് എഗ്രിമെൻറ്റ്, ഇതിലൊക്കെ ഉണ്ടാകുന്ന അപ്ഡേറ്റ്സുകളും നമ്മളോട് സാധാരണ ചോദിക്കും. ഇതിലുള്ള കാര്യങ്ങൾ ഇത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള അലയൻസ് ആണ് അല്ലെങ്കിൽ എന്തിനുള്ള എഗ്രിമെൻ്റ് ആണ്,
ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് പറയുന്ന ലിമിറ്റ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുക. പിന്നെ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. പൊല്യൂഷനും ആ പൊല്യൂഷൻ കൊണ്ട് മനുഷ്യനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതിൽ നിന്നാണ് ചോദ്യങ്ങൾ. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അങ്ങനെയൊക്കെ കുറേയൊക്കെ സയൻസുമായി റിലേറ്റഡ് ആയ ചോദ്യങ്ങൾ അതിൽ നിന്ന് ഉണ്ടാകും. വലിയൊരു ഏരിയയാണ് ഇത് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് യൂണിറ്റ് ആണ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റഡ് ആയിട്ട് 1-2 ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഹയർ എഡ്യൂക്കേഷനിൽ ഒരു ചോദ്യം എപ്പോഴും വരാറുള്ളത് നമ്മുടെ ആൻഷ്യൻ്റ് ഇന്ത്യ എഡ്യൂക്കേഷൻ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഷ്യൻ്റ് ഇന്ത്യ, നമ്മുടെ പഴയ കാലത്തെ ഇന്ത്യയിലുണ്ടായിരുന്ന നിലവിലുള്ള യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നൊരു ചോദ്യം എപ്പോഴും ഒരു ചോദ്യം നമുക്ക് അതിൽ നിന്ന് ഉറപ്പിക്കാം എപ്പോഴും ഉണ്ടാവാറുണ്ട്. പഴയ യൂണിവേഴ്സിറ്റികളുണ്ടല്ലേ, നമ്മൾ കേട്ടിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് നളന്ദ യൂണിവേഴ്സിറ്റി കേട്ടിട്ടുണ്ട്. അതുപോലെ തക്ഷില യൂണിവേഴ്സിറ്റി, തക്ഷില അല്ലെങ്കിൽ തക്ഷശില എന്ന് പറയും, അല്ലെങ്കിൽ മിഥില യൂണിവേഴ്സിറ്റി, അങ്ങനെ യൂണിവേഴ്സിറ്റികളുണ്ട്. അങ്ങനെ തെൽഹാര യൂണിവേഴ്സിറ്റി, അങ്ങനെ പലതര യൂണിവേഴ്സിറ്റികൾ പലതും ഉണ്ട്. ആ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോൾ തക്ഷില യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അറിയാം, ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലേ, നമ്മൾ ഇന്ത്യ പാക് ഒരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരുന്ന സമയമാണ്. ആ കോൺഫ്ലിക്റ്റ് നടന്നപ്പോൾ നമ്മൾ കേട്ടു പാകിസ്ഥാനിലൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി എന്തെങ്കിലുണ്ടായിരുന്നു ആക്രമിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. റാവൽപിണ്ടി എന്നാണ് കേട്ടത്. അപ്പോൾ പാകിസ്ഥാനിലെ റാവൽപിണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ തക്ഷില എന്ന യൂണിവേഴ്സിറ്റി, ലോകത്തിലെ ഏറ്റവും പഴയ യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്നത്. ഈ തക്ഷില യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ യൂണിവേഴ്സിറ്റിയാണ് 1980. അത് അങ്ങനെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഏത് വർഷമാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ തക്ഷില യൂണിവേഴ്സിറ്റി കടന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റീവായിട്ട് ചോദിക്കുന്നതാണ്. അതുപോലെ നളന്ദ യൂണിവേഴ്സിറ്റിയുമായി ബന്ധ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. മിഥില യൂണിവേഴ്സിറ്റി പ്രൊമിനൻറ്റ് ബ്രാഹ്മണിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അങ്ങനെയുള്ള ഇതുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ ക്ലാസ് എന്തായാലും അതിൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ആൻഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് എപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്. പിന്നെ എന്നുള്ളതാണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ വരുന്നതാണ് ഒരുപാട് കമ്മിറ്റികളും കമ്മീഷൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കോത്താരി കമ്മീഷൻ. നമ്മൾ കേട്ടുള്ള കമ്മീഷനുകൾ ഒന്നാണ് പ്രധാനപ്പെട്ട കോത്താരി കമ്മീഷൻ എന്ന് പറയും. കോത്താരി കമ്മീഷനാണ് നമ്മുടെ ബഡ്ജറ്റിൻ്റെ 6% എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞത് കോത്താരി കമ്മീഷനാണ്. അതുപോലെ രാധാകൃഷ്ണൻ കമ്മീഷൻ ഉണ്ടായിരുന്നു, ഫസ്റ്റത്തെ യൂണിവേഴ്സിറ്റി കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, സാം പിട്രോഡ കമ്മീഷൻ, ഇങ്ങനെ പറഞ്ഞ ഒരുപാട് കമ്മീഷനുകളുണ്ട്. ഈ കമ്മീഷനുകളോടൊക്കെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയായിരുന്നു. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസിന് മുന്നേ ഒരുപാട് കമ്മിറ്റികളുണ്ടായിരുന്നു. വുഡ് ഡിസ്പാച്ച്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ 10+2 ഡിഗ്രി അങ്ങനെ ഒരു രീതിയാണല്ലോ. അപ്പോൾ 10+2+3 എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നത് ആരുടെ റെക്കമെൻഡേഷനാണ്? അതിൽ പണ്ട് കുറേ 3 പ്രൊവിൻസിലായിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റികളുണ്ടായിരുന്നു. ബോംബെ, മദ്രാസ്, കൽക്കത്ത, ഇങ്ങനെ 3 യൂണിവേഴ്സിറ്റികൾ രൂപീകരിച്ചത് ഏത് ആക്ടിൻ്റെ ഭാഗമായിട്ടാണ്? ഇങ്ങനെയൊക്കെ റിപ്പീറ്റീവായിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ നമ്മുടെ രാജ്യത്തുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടായിരുന്നു. സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ തന്നെ ക്ലാസിഫൈ ചെയ്ത് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ലിസ്റ്റ് തരും, ഇതിൽ ഏതൊക്കെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട UGCയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, AICTയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അങ്ങനെ പിന്നെ ടെക്നിക്കൽ ആൻഡ് സ്കിൽ ബേസ്ഡ് വാല്യൂ എഡ്യൂക്കേഷൻ, ഇതൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്നൊരു ഏരിയയാണ്. വാല്യൂ എഡ്യൂക്കേഷനും സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്. പിന്നെ പോളിസീസ്, ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അധികം ചോദ്യങ്ങളൊന്നും വന്നിട്ട് നമ്മളധികം റീസെൻ്റ് ആയിട്ടുള്ള പരീക്ഷകളിൽ കണ്ടിട്ടില്ല. എങ്കിലും ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഗവേണൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ UGCയുടെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട്, NTA ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഭരണഘടനയിലുള്ള ആർട്ടിക്കിൾസ്, അമെൻമെൻറ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 10 യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 10 യൂണിറ്റ്. ഈ 10 യൂണിറ്റിനെയും ഞാനിങ്ങനെ ഒരു 3 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കാറ്റഗറി A, കാറ്റഗറി B, കാറ്റഗറി C. ഓക്കെ, ആ ഈ 10 യൂണിറ്റിൽ നമ്മൾ പറഞ്ഞത്, ഞാൻ ക്ലാസ് പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ എപ്പോഴും സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുള്ള 4 യൂണിറ്റുകൾ: മാത്തമാറ്റിക്കൽ റീസണിങ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ലോജിക്കൽ റീസണിങ്, റീഡിങ് കോംപ്രഹെൻഷൻ. ഇതിൽ മാത്തമാറ്റിക്സും ഡാറ്റയും റീഡിങ്ങും നമ്മൾ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒഴിവാക്കുന്നുള്ളതാണ്. പിന്നെ കാറ്റഗറി B എന്ന് പറയുന്നത്
നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന ചില ഏരിയകളാണ്. പഠിച്ചെടുക്കാം നമുക്ക്. ടീച്ചിങ്, റിസർച്ച്, കമ്മ്യൂണിക്കേഷൻ, ICT. പിന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ട, എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ, അതായത് കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ഒരു ഏരിയ, പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇങ്ങനെ ഞാൻ ഒരു 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കുക നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ എവിടെയാണ്, നമ്മുടെ വീക്ക് ആയിട്ടുള്ള ഏരിയ എവിടെയാണ്. അതിനനുസരിച്ച് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. എപ്പോഴും സിലബസ് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ. സിലബസ് മാത്രം പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അതിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം? റിപ്പീറ്റീവായിട്ട് സോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്ട്രോങ് ഹോൾഡ് എവിടെയാണ്, നമുക്ക് എവിടെയാണ് വീക്ക് എവിടെയാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് എവിടെയാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ക്വാളിഫൈ ചെയ്യിപ്പിക്കാൻ പോകുന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാറ്റഗറി A ആയിരിക്കും. കാരണം കാറ്റഗറി A എന്ന് പറയുന്ന യൂണിറ്റ് എല്ലാവരും പഠിക്കുന്ന യൂണിറ്റ് അല്ല. ഓക്കെ, അപ്പോൾ കാറ്റഗറി A എന്ന് പറഞ്ഞ യൂണിറ്റാണ് നിങ്ങളെ ക്വാളിഫൈ ചെയ്യിപ്പിക്കാൻ പോകുന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. എന്നാൽ എല്ലാവരും പഠിക്കുന്ന യൂണിറ്റാണ് ഏത്? കാറ്റഗറി B എന്ന് പറയുന്നത്. ടീച്ചിങ്ങും റിസർച്ചും ICTയും കമ്മ്യൂണിക്കേഷനും ഇതെല്ലാവരും പഠിക്കും. പിന്നെ നോളജ് അപ്ഡേറ്റ് ചെയ്യാത്ത യൂണിറ്റുകളാണ് കാറ്റഗറി C എന്നും പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, മനസ്സിലാകും നമ്മൾ എവിടെയാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇത് നമ്മൾ പഠിച്ചു വെക്കും, ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നില്ല. കാറ്റഗറി A നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യുന്നില്ല. ഇത് മുഴുവനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെയും അത് തന്നെ. കാറ്റഗറി Cയിലും നമ്മൾ എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 കാറ്റഗറിയിൽ നിന്നായിട്ട് 5 ചോദ്യങ്ങൾ വീതം ചോദിക്കുന്നു. മൊത്തം 50 ക്വസ്റ്റ്യൻ, 100 മാർക്കിന്. 100 മാർക്കിന് 50 ചോദ്യങ്ങൾ. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അതിനുള്ള എല്ലാ സഹായങ്ങളും എഡ്സ്പെർ അക്കാദമിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. ഓക്കെ, എനിക്ക് നിങ്ങളോട് ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുന്ന സമയത്ത് സൂചിപ്പിക്കാനുള്ളത്, ഞാനിതിൻ്റെ കട്ട് ഓഫ് മാർക്ക് കൂടി ഒന്ന് പറയാം. അതിന് ശേഷം നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാം. ഓക്കെ, ഒരു 10 മിനിറ്റ് കൂടി ക്ലാസ് ഉള്ളൂ. കട്ട് ഓഫ് മാർക്ക് നോക്കൂ നിങ്ങൾ. ഇപ്പോൾ പ്രധാനപ്പെട്ട ചില സബ്ജക്റ്റുകളുടെ കട്ട് ഓഫ് മാർക്ക് ഞാൻ എടുത്തുള്ളൂ. ഇപ്പോൾ 2024 ജൂണിലെയാണ് എക്കണോമിക്സിലൊക്കെ ചോദിച്ച് നല്ല ഹൈ ആയിട്ടുള്ള കട്ട് ഓഫ് മാർക്കുകളാണ്. എക്കണോമിക്സ്, മാനേജ്മെൻറ്റിലൊക്കെ 214 JRFൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അത് അൺറിസർവ്ഡ് കാറ്റഗറിക്കാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഏരിയയാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. കൊമേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല കട്ട് ഓഫ്, ഇപ്പോൾ 99% കൊമേഴ്സ് പെർസെൻറ്റേജിലാണ്. കാരണം 2 ഷിഫ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ പെർസെൻറ്റേജിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ 99% കൊമേഴ്സിൻ്റെ കട്ട് ഓഫ് ഏതിന് വന്നിട്ടുള്ളത്? JRFന് വന്നിട്ടുള്ളത്. നെറ്റിന് വന്നിട്ടുള്ളത് 90% ഓക്കെ, അതുപോലെ സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഇത് അതിന് മുന്നത്തെ 2004 ഡിസംബറിൽ കട്ട് ഓഫാണ് ഈ കാണിക്കുന്നത്. കൊമേഴ്സിൽ വന്നിട്ടുള്ളത് JRFന് 210 വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ വന്നിട്ട് 186 ആണ്. 186 ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കൂടുതലാണ്. മാനേജ്മെൻറ്റിന് 220 ഭയങ്കര ഹൈ കട്ട് ഓഫാണ്. 220 വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ. അതുപോലെ ഇംഗ്ലീഷ് 210 നോക്കൂ. അപ്പോൾ അതിനൊക്കെ അർത്ഥം എന്താണ്? നല്ല കോമ്പറ്റീഷൻ. നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് 234 ചോദിച്ചിട്ടുള്ളത് കട്ട് ഓഫ് എന്ന് പറഞ്ഞു. അപ്പം നല്ല കോമ്പറ്റീഷൻ എവിടെ നടക്കുന്നുണ്ട്? ഈ ഒരു ഇതിൽ നടക്കുന്നുണ്ട്. ആ കോമ്പറ്റീഷനിൽ നമ്മളും കൂടി ഒപ്പം എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൂടെ ഓടിക്കൊണ്ടേയിരിക്കണം. ചിലപ്പോൾ ഒറ്റയ്ക്ക് ഓടിയാൽ നമുക്ക് എത്തിക്കൊള്ളുന്നില്ല. ഇടയ്ക്കൊക്കെ നമ്മൾ തളർന്നു പോകും. ആ തളർന്നു പോകുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും. ആ കൂടെയുള്ള ഒരാളായിട്ട് നിങ്ങൾ എഡ്സ്പെർ അക്കാദമി കൂട്ടുക. നമ്മുടെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യും? സഹായിക്കും. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഈ ഒരു നെറ്റ് ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിൽ ഓർത്തു വെക്കുക. 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് 3 P ആയിട്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. 3P, 3P. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിൽ വെക്കുക. ഒന്ന് പെർസിസ്റ്റൻസ് ആണ്. ഓക്കെ, പെർസിസ്റ്റൻസ്. ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ നമുക്ക് ചിലപ്പോൾ 1-2 മാർക്കിനോ ചിലപ്പോൾ 5-10 മാർക്കിനൊക്കെ പോയിട്ടുണ്ടാവും. അടുത്ത തവണ എഴുതിയെടുക്കണം എന്നൊരു ആഗ്രഹം നമുക്ക് വേണം. ഒരു വാശി നമുക്ക് വേണം. ആ ഒരു വാശിയോട് കൂടിയാണ് നമ്മൾ പോകേണ്ടത്. കാരണം നമുക്ക് ഇതില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്യാതെ, അല്ലെങ്കിൽ എനിക്ക് റിസർച്ച് ചെയ്യണം, എനിക്ക് JRF ക്വാളിഫൈ ചെയ്യാതെ, എനിക്ക് അത്യാവശ്യം നല്ല സ്റ്റേറ്റ്മെൻറ്റ്
നല്ല സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വാങ്ങിയിട്ട് നല്ല ഫെലോഷിപ്പൊക്കെ വാങ്ങിയിട്ട് എനിക്ക് PhD ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്ത് നല്ല കോളേജിൽ അധ്യാപികയായി ജോലി ചെയ്യണം എന്ന ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ആ മനസ്സിൽ ആ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മുടെ ആ ദൃഢനിശ്ചയത്തിൽ നമ്മൾ പിന്നോട്ട് പോകാൻ വേണ്ടി പാടില്ല. നമ്മളെപ്പോഴും മുന്നോട്ട് തന്നെ. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ 10ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ക്വാളിഫൈ ചെയ്യുന്നത്. ഞാനൊരു 4-5 അറ്റംപ്റ്റ് കഴിഞ്ഞുകൊണ്ട് എനിക്കിനി വയ്യ, ഇത് ക്ലാസ് കുറേ ഞാൻ എന്ത് ചെയ്ത് പഠിച്ചു, കുറേ ഞാൻ എഴുതി, ഞാൻ ക്വാളിഫൈ ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിച്ച് ഇരുന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് എനിക്കിതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് പറഞ്ഞു തരാൻ വേണ്ടി സാധിച്ചെന്ന് വരില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഓരോ എക്സാമും വീണ്ടും വീണ്ടും എഴുതി, പഠിച്ചിട്ട് എഴുതി, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് എഴുതി, മനസ്സിലാക്കി ഞാൻ എഴുതിയപ്പോൾ എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. തീർച്ചയായും നിങ്ങൾക്കും അതിന് സാധിക്കും. സോ പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കണം. മറ്റൊന്നാണ് പ്രയോറിറ്റി. എന്തിനാണ് പ്രയോറിറ്റി ചെയ്യേണ്ടത്? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അല്ലേ? വീട്ടിൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, പുറത്ത് വേറെ ജോലി ഉണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് വർക്ക് ഉണ്ടായിരിക്കും, കുറേ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. എല്ലാത്തിനെയും മാനേജ് ചെയ്യാൻ നമുക്ക് വേണ്ടി സാധിക്കണം. അവിടെ നമ്മൾ എന്തിനെ പ്രയോറിറ്റൈസ് ചെയ്യണം? നെറ്റ് ക്വാളിഫൈ ചെയ്യുക. നെറ്റിൻ്റെ ക്ലാസ്സിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രയോറിറ്റൈസ് ചെയ്യണം. അതിന് നമ്മൾ മുൻഗണന കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, ആ മുൻഗണന കൊടുക്കലിപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ചില ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടായിരിക്കും. നമുക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത ചില പ്രോഗ്രാംസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കുഴപ്പമില്ല, നമ്മളതിൻ്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഒരു സമയം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ക്ലാസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കാണുക. അതാണ് വേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മളിതിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. മൂന്നാമത്തത് പറഞ്ഞാൽ പ്രാക്ടീസാണ്. പ്രാക്ടീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, നോട്ട്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഈ 3P, പെർസിസ്റ്റൻസും പ്രയോറിറ്റിയും പ്രാക്ടീസും, ഇതാണ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഉണ്ടാവേണ്ട 3 കാര്യങ്ങൾ. ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ നെറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള വിജയത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നെറ്റിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത്, ജൂണിൽ എക്സാം എഴുതി ഒരു മാസമൊക്കെ എന്തായാലും എടുക്കാറുണ്ട് നെറ്റ് എക്സാം റിസൾട്ട് വരാൻ. റിസൾട്ട് വരുന്ന സമയത്ത് റിസൾട്ട് എന്തും ആയിക്കോട്ടെ, പോസിറ്റീവ് ഓർ നെഗറ്റീവ്, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ റിസൾട്ട് എത്തട്ടെ. ആ എത്തുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, അന്ന് ഞാൻ ഈ പറഞ്ഞ, അല്ലെങ്കിൽ അന്ന് ക്ലാസ്സിൽ സാറ് പറഞ്ഞ ആ 3Pയിൽ ഞാൻ ഫോളോ ചെയ്തിരുന്നോ? അതുകൊണ്ടാണോ എനിക്കിത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി സാധിച്ചത്? അതിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തിരുന്നോ? നമ്മുടെ എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തിരുന്നോ? എൻ്റെ ഈ ഒരു നെറ്റ് പ്രിപ്പറേഷൻ്റെ സമയത്ത് പെർസിസ്റ്റൻ്റ് ആയിരുന്നോ? ഞാൻ എൻ്റെ നെറ്റ് പഠിത്തം ഞാനെന്ന് പ്രയോറിറ്റൈസ് ചെയ്തിരുന്നോ? ഞാൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിരുന്നോ? നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, മനസ്സിൽ ചോദിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വർഷത്തെ നെറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് സിലബസ് ഓവർവ്യൂമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ 30 ദിവസത്തെ ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നാളെ മുതൽ നിങ്ങൾക്ക് സിലബസിലെ കാര്യങ്ങൾ തുടങ്ങുകയാണ്. നാളെ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, നാളെയും മറ്റന്നാളും കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ക്ലാസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും, ഇത്രയും നേരം ഞാൻ തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മൈക്ക് ഒന്ന് ഓൺ ആക്കിയിട്ട് നിങ്ങൾ ചോദിക്കാം. ഞാനതിന് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഒരു ഇൻട്രാക്റ്റീവായിട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മൾ ഈ സ്ലൈഡൊക്കെ ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുന്നത് കൊണ്ടും ഒക്കെയാണ് നമ്മൾ വീഡിയോ ഒന്നും ഓണാക്കാതെ ഇങ്ങനെ പോവുകയാണ്. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇടാതെ നിങ്ങൾ എന്ത് ചെയ്യാം, മൈക്കൊന്ന് ഓണാക്കിയിട്ട് ചോദിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊന്നും ക്ലാസ്സുമായി ബന്ധപ്പെട്ടോ സിലബസുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുക. ഓക്കെ, എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.